എൻ്റെ പേര് റോസ്മോൾ. ഞാൻ അരുണാട്ടുകരയിൽ നിന്ന് വരുന്നു. ഞാൻ മാർച്ച് 1, 2021 ഉടമ്പടി എടുത്തത്. എനിക്ക് 4 വർഷമായിട്ട് PCOD ആയിരുന്നു. പീരീഡ്സ് കറക്റ്റായിട്ട് ആവില്ല. അങ്ങനെ ഞാൻ ഡോക്ടർമാരെ മാറി മാറി കണ്ടിരുന്നു. 4 വട്ടം ഞാൻ ഡോക്ടറെ മാറി കണ്ടു. എന്നിട്ടും എനിക്ക് പീരീഡ്സ് ആയിരുന്നില്ല. മരുന്ന് കഴിക്കുമ്പോൾ ആവും, അത് കഴിഞ്ഞാൽ പിന്നെ വരില്ല. അങ്ങനെ വിവാഹം കഴിഞ്ഞിട്ടും പീരീഡ്സും ഒന്നും ആവണില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മാർച്ച് 17 ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു. അതിന് മുമ്പ് ടെസ്റ്റ് ചെയ്തതൊക്കെ എനിക്ക് നെഗറ്റീവായിരുന്നു. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പ്രാർത്ഥനയോ ഒന്നും ചെല്ലാണ്ടാണ് ടെസ്റ്റ് ചെയ്യാറ്. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് അന്ന് ടെസ്റ്റ് ചെയ്തത്. അന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പോസിറ്റീവാണ് കണ്ടത്. അങ്ങനെ 7ാമത്തെ ആഴ്ച എനിക്ക് ചെറുതായിട്ട് ബ്ലീഡിങ് വന്നു. ബ്ലീഡിങ് വന്നു കഴിഞ്ഞ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു സിസ്റ്റ് ഉണ്ട്, അതേപോലെ ഉണ്ണിക്ക് ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യണം. അങ്ങനെ അടുത്ത ആഴ്ച നെക്സ്റ്റ് വീക്കിൽ വീണ്ടും സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഗ്രോത്ത് ഒന്നുമില്ല, അതായത് സിസ്റ്റിന് ഗ്രോത്ത് ഒന്നുമില്ല, ഉണ്ണി അതേപോലെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആ സമയത്തൊക്കെ ഞാൻ ഉടമ്പടി തൈലം വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ വയറുമ ഞാൻ കുരിശ് വരച്ചിരുന്നു. അങ്ങനെ എന്നും കുരിശ് വരയ്ക്കും. അപ്പോൾ അങ്ങനെ കുരിശ് വരച്ച് തുടങ്ങുമ്പോൾ ഉണ്ണി അതിനനുസരിച്ച് അവൾ അനങ്ങിയിരുന്നു. എനിക്കതൊരു റെസ്പോൺസ് അവൾ തന്നിരുന്നു. അത് കഴിഞ്ഞ് 8ാമത്തെ മാസമായി കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു ഉണ്ണിക്ക് ഫ്ലൂയിഡ് കുറവാണ്, അതേപോലെ ബ്രെയിനിലേക്ക് വരുന്ന ഒരു വെയിനിലേക്ക് ബ്ലഡ് ഫ്ലോയും കുറവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ണീനെ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുക്കേണ്ടി വരും. അപ്പോൾ പ്രീമച്വർ ബേബിയാണ്, അത് കാരണം പലതരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. 2ാമത്തെ ഓപ്ഷനായിട്ട് ഞങ്ങൾ ഒരു വട്ടം കൂടി സ്കാൻ ചെയ്തു. ആ സമയത്ത് പോണ സമയത്തൊക്കെ ഞാൻ എൻ്റെ വയറിൽ ഉടമ്പടി തൈലെടുത്ത് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടാണ് പോയത്. സ്കാൻ ചെയ്യാൻ കിടക്കുമ്പോഴും ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടാണ് കിടന്നിരുന്നത്. ആ സമയത്ത് സ്കാൻ ചെയ്ത് റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഉണ്ണിക്ക് കുഴപ്പമൊന്നുമില്ല, ബ്ലഡ് ഫ്ലോ ഒക്കെ ഇപ്പോഴും കുഴപ്പമില്ലാണ്ട് തന്നെയാണ് നടക്കുന്നത്, അതേപോലെ ഫ്ലൂയിഡും ആവശ്യത്തിനുണ്ട്. അങ്ങനെ നോർമൽ ഡെലിവറി തന്നെയായിരുന്നു എനിക്ക്. 9ാം മാസം തന്നെ കറക്റ്റ് ഞാൻ ഉണ്ണിനെ ഡെലിവറി ചെയ്തു. സാധാരണ പ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല വേദന ഉണ്ടെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടത്. പക്ഷേ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ ചെറിയൊരു പെയിനേ ഉണ്ടായിരുന്നുള്ളൂ. ഡെലിവറിയും അതേപോലെ 2 മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് ഡെലിവറി നടക്കുകയും ചെയ്തു. നല്ല ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെയാണ് ദൈവം എനിക്ക് അനുഗ്രഹിച്ചത്. അതേപോലെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന് നാട്ടിൽ വലിയ ശമ്പളമൊന്നുമില്ല, ജോലിക്ക് പോകണു എന്നുള്ള ഒരു മാത്രമേ ഉള്ളൂ. ഒരു 2 വർഷമായി ആൾക്ക് ജോബ് വിദേശത്തേക്ക് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഒന്നും ആവില്ല, വിസ പ്രോസസ്സിങ് ആവുമെന്ന് പറഞ്ഞ് നിൽക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു റെസ്പോൺസും വന്നിരുന്നില്ല. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം 15ാമത്തെ ദിവസം ഹസ്ബൻഡിന് വിസ വരികയും അവിടേക്ക് പോവുകയും ചെയ്ത്, അവിടേക്ക് പോയി 2ാമത്തെ ദിവസം തന്നെ ഹസ്ബൻഡിന് അവിടെ ജോലി കിട്ടി. ഞാൻ ഇവിടുന്ന് മാതാവിൻ്റെ കാശ് രൂപം ഹസ്ബൻഡിന് കൊടുത്തു വിട്ടുണ്ടായിരുന്നു. ഇത് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒക്കെ ഹസ്ബൻഡ് ഈ കാശ് രൂപം വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് പോയിരുന്നത്. ഇപ്പം നല്ലൊരു കമ്പനിയിലാണ് ജോലി, അതേപോലെ നല്ല ഹൈ സാലറിയും ഉണ്ട് ആൾക്കിപ്പോൾ അവിടെ. പിന്നെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് വീട്ടിൽ സമാധാനമായിരുന്നു. ഉണ്ണിയില്ല എന്ന് പറഞ്ഞിട്ട് കുറേ അധികം പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. അതേപോലെ എനിക്ക് PCOD ആണ്, ഉണ്ടാവണ ഉണ്ണിക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാവും, അല്ലെങ്കിൽ പലതരം ബുദ്ധിമുട്ടുകൾ ഉണ്ണിക്കുണ്ടാവും. പിന്നെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ഉണ്ണി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടൊന്നും പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല, ഉണ്ണീനൊന്നും കിട്ടില്ല, അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് കുറേ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ദൈവം എനിക്ക് നല്ലൊരു പെൺകുഞ്ഞിനെ, നല്ല ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ ദൈവം എനിക്ക് തന്നു. ഇപ്പോൾ വീട്ടിൽ നല്ലൊരു സമാധാനമുണ്ട്, യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം അവർ എന്തൊക്കെ പറഞ്ഞാലും എനിക്കതൊന്നും എൻ്റെ ഉള്ളിലൊരു വിഷമമായിട്ടോ അല്ലെങ്കിൽ അതെപ്പോഴും ആലോചിച്ചിട്ടൊന്നും ഞാൻ ഇരുന്നിരുന്നില്ല. അതൊക്കെ മാതാവ് എനിക്ക് അത് സഹിക്കാനുള്ള ശക്തി മാതാവ് എനിക്ക് തന്നിരുന്നു. അതേപോലെ ഡെലിവറി പെയിനും സഹിക്കാനുള്ള ശക്തി മാതാവ് എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അതേപോലെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാണ്ട് തന്നെ ഇനി എൻ്റെ ഡെലിവറി നടക്കുകയും ചെയ്തു.
പിന്നെ അതേപോലെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ടിട്ട് എനിക്കൊരു ജോലിക്ക് വേണ്ടി ഞാൻ പരിശ്രമിച്ചിരുന്നു. കല്യാണം കഴിഞ്ഞ് 1 കൊല്ലമായിട്ടും എനിക്ക് ജോലി നോക്കിയിരുന്നു, പക്ഷേ ഒന്നും കിട്ടണില്ല. പല കാരണങ്ങളാൽ അതിങ്ങനെ മുടങ്ങി പോവാണ്. അങ്ങനെ ഞാൻ അവിടെ അച്ഛൻ്റെ ടോക്ക് ഞാൻ പലതും കേട്ടിരുന്നു. അങ്ങനെ അച്ഛൻ ഇവിടെ പറഞ്ഞിരുന്നു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണം, അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണ കാര്യം നടക്കുന്ന. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 8 മാതാവിൻ്റെ ജനതിരുനാളിൽ അന്ന് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് രാവിലെയും വൈകിട്ടും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സന്ധ്യാ പ്രാർത്ഥനയും മുടങ്ങാണ്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഹസ്ബൻഡും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ എനിക്ക് 8-ാം തീയതി തന്നെ എന്നെ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ഇൻ്റർവ്യൂവിന് വിളിക്കുകയും അന്ന് തന്നെ എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞ് സെപ്റ്റംബർ 10-ാം തീയതി വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. നല്ലൊരു റെപ്യൂട്ടഡ് കമ്പനിയാണ് എനിക്ക് ജോലിക്ക് കിട്ടിയത്. ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്. അവിടെ നല്ലൊരു പോസ്റ്റിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ ഞാൻ മുമ്പൊന്നും ഉടമ്പടി എടുക്കണേക്കാൾ മുമ്പൊന്നും അങ്ങനെ സ്ഥിരമായിട്ട് ബൈബിൾ വായിക്കുകയോ പ്രാർത്ഥന ചെല്ലുകയോ കൊന്തെത്തിക്കുക അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ആത്മീയമായിട്ട് പല രീതിയിലും എനിക്ക് വളരാൻ സാധിച്ചു. കുർബാനയ്ക്ക് ആയാലും കുർബാനയ്ക്ക് പോവാൻ വരെ എനിക്ക് തോന്നി തുടങ്ങിയിരുന്നു. ഞാൻ ബൈബിൾ എന്നും വായിച്ചിരുന്നു. അരമണിക്കൂറല്ല, അതിൽ കൂടുതലും ഞാൻ ആ സമയങ്ങളിൽ വായിച്ചിരുന്നു. പിന്നെ ജോലിക്ക് പോകാനായിട്ട് 1 മണിക്കൂറിൻ്റെ യാത്രയുണ്ട് എനിക്ക്. ആ സമയത്ത് ഞാൻ സാധാരണ ഉറങ്ങുകയാണ് ചെയ്യാറ്. പക്ഷെ പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ സ്ഥിരമായി പോകുമ്പോഴും വരുമ്പോഴും കൊന്ത ചെല്ലിയിട്ടാണ് വരാറ്. എനിക്കപ്പോൾ ഉറക്കവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പിന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ എന്നും കൊന്ത ചെല്ലിയിരുന്നു. അനുഗ്രഹീതർ എന്ന ജനതകൾ നിങ്ങളെ വിളിക്കും. നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം തിരുവചനമാണ്. തനിക്ക് PCODയുടെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഒരു കുഞ്ഞിനെ ലഭിക്കാത്തതിൻ്റെ വേദനയും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും അതെല്ലാമായിട്ട് മനംനൊന്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടിയെടുത്ത് 16-ാം ദിവസം ഈ മകളുടെ ടെസ്റ്റ് പോസിറ്റീവ് ആവുകയാണ്. 1-ാം തീയതി ഉടമ്പടി എടുക്കുന്നു, 17-ാം തീയതി ടെസ്റ്റ് പോസിറ്റീവ് ആകുന്നു. പിന്നീട് കുഞ്ഞിന് കോംപ്ലിക്കേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അതുമൊക്കെ ഉടമ്പടി നേർച്ച വസ്തുക്കളാണ്. ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അതെല്ലാം പൂർണ്ണമായിട്ടും പിന്നീട് മാറി എന്നുള്ളതാണ് കുഞ്ഞ് ജനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നെയാണ് ഈ മകൾക്ക്, ഈ ദമ്പതികൾക്ക് പിന്നീട് ലഭിക്കുന്നത്. അതും നോർമൽ ഡെലിവറി. അങ്ങനെ പിന്നീട് തൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി 2 വർഷത്തോളമായി വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. ഉടമ്പടി എടുത്ത് 15-ാം ദിവസം ആ മകനും ഒരു ജോലി സാധ്യതകൾ തെളിയുകയാണ്. അങ്ങനെ നല്ല സാലറിയിൽ നല്ല ജോലി തന്നെ ലഭിക്കുന്നു. 1 വർഷമായി ഈ മകൾക്കും ജോലിയൊന്നുമില്ലാതെ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നു. പിന്നീട് എങ്ങനെയാണ് തനിക്കും ജോലി ലഭിക്കുന്നത്? കുടുംബത്തിൽ മൊത്തം ഒരു സമാധാനം, പ്രാർത്ഥിക്കാനുള്ള താല്പര്യം കൂടുന്നു. അങ്ങനെ ജപമാല പ്രാർത്ഥിക്കുവാനും തിരുവചനം വായിക്കുവാനുമൊക്കെ സമയം കണ്ടെത്തുവാനാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അനുഗ്രഹീതർ എന്ന് ജനതകൾ നമ്മെ വിളിക്കും. നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകുമെന്ന് തിരുവചനം പറയുന്നത് പോലെ കണ്ണീരിൻ്റെ കാലത്ത് ഇവിടെ വരുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ദൈവം ചെയ്യുന്നത്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.